ഹലോ, ഇന്ന് ഞാനുമോളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായിട്ട് ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുവിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് എനിക്കും പ്രഭിക്കും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണേ. അനു, നാനി സ്പൂൺ എവിടെ? നാനി സ്പൂൺ ഇതാ, ഇതിൽ വെക്കട്ടെ. അതെ, നോക്കിയേ. അങ്ങനെ നാനുവിനെ സ്കൂളിലാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ചായയൊക്കെ കുടിച്ചതാണ്. പക്ഷേങ്കിലും നമ്മൾ പുറത്തിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശപ്പ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പോകുന്ന വഴിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ശ്രീധരേട്ടൻ്റെ പുട്ടുകടയിലാണ് ലാസ്റ്റ് എത്തിയത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മുടെ ബോച്ചയൊക്കെ വന്നിട്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ നല്ല ഫേമസ് ആണ് ഇവിടെ, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഗോതമ്പ് പുട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ പ്രഭി അരിപ്പുട്ടും അതുപോലെ പൊറോട്ടയാണ്. ഗോതമ്പ് പുട്ട് ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ എന്ത് വാങ്ങിയാലും തൊട്ടപ്പുറത്തെ പ്ലേറ്റിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയതാണ് ഞാൻ. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായായിരുന്നു കറിയേറ്റ് വാങ്ങിയത്. കല്ലുമ്മക്കായൻ്റെ കറിയും പിന്നെ അയില പൊരിച്ചതും ആയിരുന്നു കേട്ടോ. കല്ലുമ്മക്കായ ഒന്നും പറയാനില്ല, അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പ്രഭി ഒരു ചായയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എമ്മാതിരി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഫറൂഖിലേക്കാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ബായ്.